രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കൂട്ടുകാർക്കെല്ലാം സുഖാണോ? ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. എല്ലാവരും ഒന്ന് കൈകൾ കൂപ്പി കണ്ണുകളടച്ചേ. നല്ല തമ്പുരാനെ, ഇന്നേ ദിവസത്തെ പ്രതി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നേ ദിനം വിശ്വാസ പരിശീലന ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ പ്രത്യേക പരിപാലനയാൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതവും വചനത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് തുടങ്ങിയാലോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? ടീച്ചർ ഒരു ആക്ടിവിറ്റി ഒക്കെ തന്നായിരുന്നു. എന്തായിരുന്നു അത്? ചെയ്തു എല്ലാവരും? നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളാണെന്ന് ടീച്ചർക്ക് അറിയാം. അപ്പം നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാകും. നമ്മൾ 4 എക്സ്പീരിയൻസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഒരു യാത്രയെ കുറിച്ചാണ് പഠിച്ചത്. ആരായിരുന്നു യാത്രക്കാർ? ഇസ്രായേൽക്കാരായിരുന്നു നമ്മുടെ യാത്രക്കാർ. അവരെങ്ങോട്ടാണ് പോയത്? കാനാൻ ദേശം ലക്ഷ്യമാക്കി മരുഭൂമിയിലൂടെയാണ് അവർ യാത്ര ചെയ്തത്. 4 എക്സ്പീരിയൻസ് നമ്മൾ കണ്ടു. ഏതൊക്കെയായിരുന്നു അത്? ദാഹം, വിശപ്പ്, പിന്നെ ദൈവം അവരായിട്ട് ഒരു ഉടമ്പടി നടത്തുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ദൈവം അവർക്കൊരു ശിക്ഷ നൽകുന്നത്, മരുഭൂമിയിലെ സർപ്പം. അത്രയും നമ്മൾ കണ്ടു. അതായത് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. 4 ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സമാഗമ കൂടാരം, കർത്താവ് ജനത്തോടു കൂടെ, ദൈവം വഴി നടത്തുന്നവർ, തീർത്ഥാടകയായി സഭ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇസ്രായേൽക്കാർ യാത്ര ചെയ്ത് കുറച്ച് ദൂരം നീങ്ങിക്കഴിയുമ്പോൾ അവർ വിശ്രമിക്കാനായിട്ട് അവരൊരു പാളയം ഉണ്ടാക്കും. അതായത് അവർ ചെറിയ ചെറിയ ടെൻറ്റുകൾ ഉണ്ടാക്കും. ഈ ടെൻറ്റിനെയാണ് പാളയം എന്ന് പറയുന്നത്. ഈ പാളയത്തിനടുത്ത് നിന്ന് കുറച്ച് നീങ്ങിയിട്ട് മോശ ഒരു കൂടാരം ഉണ്ടാക്കിയിരുന്നു. ഈ കൂടാരത്തിനെ സമാഗമ കൂടാരം എന്ന് പറയും. സമാഗമം എന്ന വാക്കിന് അർത്ഥം എന്താ? കൂടിക്കാഴ്ച. അതായത് ദൈവവും മോശയുമായിട്ടുള്ള കൂടിക്കാഴ്ച. ദൈവവും മോശയും സംസാരിച്ചിരുന്ന കൂടാരത്തിനെ പറഞ്ഞിരുന്ന പേരാണ് സമാഗമ കൂടാരം. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് എങ്ങനെ സംസാരിക്കുക? അതുപോലെ തന്നെയാണ് മോശ ദൈവവുമായി സംസാരിച്ചിരുന്നത്. ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനാണ് അവിടെ നടന്നിരുന്നത്. ഈ ഇസ്രായേൽക്കാർ മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ എന്താ ചെയ്യണേന്നറിയാൻ ഇസ്രായേൽക്കാർ അവരുടെ പാളയത്തിന് നോക്കി നിൽക്കും. അവർ മോശേനെ വീക്ഷിച്ചിരുന്നു. ഇസ്രായേൽക്കാരുടെ യാത്രയ്ക്കുടനീളം മേഘം അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്നു. ഈ മേഘം കൂടാരവാതിൽക്കൽ നിൽക്കുമ്പോൾ അവർ അവരുടെ പാളയത്തിലിരുന്ന് ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കും. അങ്ങനെ ദൈവം അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്നു. ഈ മേഘങ്ങളെ അവർ ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ടാണ് കണ്ടിരുന്നത്. ഇനി നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരാം. അതായത് നിങ്ങളുടെ അടുത്തൊരു ടീച്ചർ പറയാണ് ടീച്ചറിൻ്റെ ഷെൽഫിലിരിക്കുന്ന ഒരു ബുക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് എടുക്കാനായിട്ട് പോണ വഴിക്ക് വെച്ച് നിങ്ങൾക്കൊരു സംശയം വരാണ്. ആ ബുക്ക് ഫസ്റ്റ് റോയിലാണോ സെക്കൻഡ് റോയിലാണോ ഇരിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തിരിച്ച് വന്ന് നിങ്ങളെ ആ ദൗത്യം ഏത് ടീച്ചറാണോ ഏൽപ്പിച്ചത് ആ ടീച്ചറോട് ചെന്ന് ചോദിക്കും. അപ്പോൾ ആ ടീച്ചർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്ലേസ് പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് എടുത്തുകൊണ്ടുവന്ന് ടീച്ചറെ ഏൽപ്പിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംശയം വന്നപ്പോൾ നിങ്ങൾ ആരോട് ചോദിച്ചത്? നിങ്ങൾ ആ ദൗത്യം ഏൽപ്പിച്ച ടീച്ചറോട്. ഇതുപോലെ തന്നെയാണ് ദൈവം മോശയെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരുന്നു. എന്തായിരുന്നു ആ ദൗത്യം? ഇസ്രായേൽക്കാരെ നയിക്കാനായിട്ട്. അപ്പം മോശയ്ക്കും പല സംശയങ്ങളും വരും. അപ്പം മോശ ആരോട് സംശയ നിവാരണം നടത്താം? ദൈവത്തോട്. അങ്ങനെ ദൈവത്തോട് സംശയ നിവാരണം നടത്തിയാൽ മാത്രമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മോശയ്ക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ മോശ ദൈവത്തോട് ചോദിക്കുവാണ്, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. അപ്പോൾ ദൈവം എന്താ പറഞ്ഞതെന്നറിയോ? ദൈവം പറയാണ്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞു ഇസ്രായേൽക്കാരുടെ യാത്രയിലൂടെ മേഘമുണ്ടായിരുന്നു. മേഘങ്ങളെ അവർ കർത്താവിൻ്റെ സാന്നിധ്യമായിട്ടാണ് കണ്ടിരുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളുടെ കൂടെയുണ്ട്. ഇങ്ങനെ പഴയ നിയമത്തിൽ ഒരുപാട് വ്യക്തികളെ ദൈവം നയിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു അത്? അബ്രാഹാം, ഇസാക്ക്, യാക്കോബ്. ഇസാക്കിനെ ബലി കഴിക്കാനായിട്ട് അബ്രഹാം കത്തി ഉയർത്തിയ നിമിഷത്തിലാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. ആ ഒരു നിമിഷമാണ് ദൈവം അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഇതുപോലെ ദൈവം നമ്മയും നയിക്കുന്നുണ്ട്. നമ്മെ വഴി നടത്തുന്നത് ആരാ? ദൈവമല്ലേ? സംശയമുണ്ട് ആർക്കെങ്കിലും? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാം.
അതായത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് 9:30 കോളേജിലെത്തണം. അപ്പോൾ കറക്റ്റ് ടൈമിന് എത്തിയില്ലെങ്കിൽ പ്രിൻസിപ്പൾ കോളേജിൽ കയറ്റത്തില്ല. ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ ബസ്സുകൾ തീരെ കുറവാണ്. അപ്പോൾ 8:15 ബസ്സിന് പോയാൽ മാത്രമാണ് കോളേജിൽ 9:30 എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഒരു 5 മിനിറ്റ് ലേറ്റായി. അന്നാണെങ്കിൽ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ അങ്ങനെ ലേറ്റ് ആകുമ്പോൾ കസിൻസ് ആരെങ്കിലും കൊണ്ടുവന്നാക്കാറുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം ആരും ഉണ്ടായിരുന്നില്ല കൊണ്ടുവന്നാക്കാനായിട്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഓടാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ബസ് പോയിരുന്നു. ആകെ വിഷമായി ദൈവത്തോട് പരാതിയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ബസ് വന്നവരെ വെയിറ്റ് ചെയ്തു. അടുത്ത ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ അടുത്തിരിക്കുന്ന ചേച്ചിമാർ പറയുന്നത് കേട്ടു, തൊട്ട് മുന്നുണ്ടായിരുന്ന ബസ് ആക്സിഡൻ്റ് ആയിന്ന്. ആ കേട്ടപ്പോൾ പെട്ടെന്ന് വിഷമം തോന്നി. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആ ബസ്സിനാണ് പോകുന്നത്. പക്ഷെ അതേസമയം ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നില്ല എങ്കിൽ ഞാനും ആ ആക്സിഡൻറ്റിൽ പെടുമായിരുന്നു. അപ്പം ദൈവം എത്രമാത്രം എന്നെ കരുതിയത് കൊണ്ടാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത്. ഇതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇടപെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചർ ഇന്ന് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു സംഭവം എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ഇസ്രായേൽക്കാരെ നയിച്ച ദൈവം നമ്മളെയും ഇതുപോലെ നയിക്കുന്നുണ്ട്. ഇസ്രായേൽക്കാരുടെ ലക്ഷ്യം എന്തായിരുന്നു? കാനാൻ ദേശമായിരുന്നു അവരുടെ ലക്ഷ്യം. നിങ്ങൾ 3-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, യാക്കോബ് മാലാഖയുമായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ടുള്ളത്. നമ്മൾ പഠിച്ചതല്ലേ ഇത്? അപ്പം ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചുകൊണ്ട് യാക്കോബിന് ഒരു പേര് നൽകുന്നുണ്ട്. എന്ത് പേരായിരുന്നു അത്? ഇസ്രായേൽ എന്ന പേര്. അതിനുശേഷമാണ് യാക്കോബിന് ഇസ്രായേൽ എന്ന പേര് വന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മക്കളാണ്. ഈ ഇസ്രായേൽ എന്ന നാമത്തിൽ നിന്നാണ് 12 ഗോത്രങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ നിങ്ങൾ 3-ാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാരെ നയിച്ചിരുന്നത് ആരാ? മോശയാണ്. അപ്പോൾ പുതിയ ഇസ്രായേൽ ആരാ? നമ്മൾ ഓരോരുത്തരുമാണ് പുതിയ ഇസ്രായേൽ. ഈ പുതിയ ഇസ്രായേലായ നമ്മെ നയിക്കുന്നത് ആരാ? സഭയാണ്. നമ്മളെങ്ങനെ സഭയിൽ അംഗമാകുന്നത്? മാമോദിസായിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഭയിൽ അംഗമാകുന്നത്. അപ്പോൾ പുതിയ ഇസ്രായേലായി നമ്മെ നയിക്കുന്നത് ആരാണ്? സഭയാണ്. ഈ സഭയുടെ ലക്ഷ്യം എന്താ? തീർത്ഥാടകരായ വിശ്വാസികളെ സ്വർഗരാജ്യത്തിലെത്തിക്കുക. നിങ്ങൾ തീർത്ഥാടനം പോയിട്ടുണ്ടോ? നമ്മൾ വേളാങ്കണ്ണിക്ക് മലയാറ്റൂരൊക്കെ പോവാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ തീർത്ഥാടനം പോകുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിയൊക്കെയാണ് നമ്മൾ തീർത്ഥാടനം പോകുന്നത്. വേളാങ്കണ്ണിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മാതാവിനെ കാണാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നൊയിമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് നമ്മൾ പോകുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ഒരു തീർത്ഥാടനമാണ്. സഭ ഒരു തീർത്ഥാടന സമൂഹമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം സ്വർഗത്തിൽ എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മളൊരു കൗദാശിക ജീവിതം നയിക്കണം. കൗദാശിക ജീവിതം എന്താ? നമ്മുടെ ജീവിതം കൂദാശകളും ദൈവപ്രമാണങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം അങ്ങനെ ഒരു കൗദാശിക ജീവിതം നയിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യമായ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. ഈ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രക്കിടയ്ക്ക് നമുക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാവും. ഇസ്രായേൽക്കാരുടെ ലക്ഷ്യമായ കാനാൻ ദേശത്തിലേക്ക് അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട. കാരണം എന്താ? നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ കൂടെ ദൈവമുണ്ട്. അപ്പോൾ ദൈവത്തോടൊത്ത് സഞ്ചരിച്ചാൽ മാത്രം മതി, ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. എന്ത് തീരുമാനം? ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നീങ്ങിയ ഇസ്രായേൽ ജനത്തെ പോലെ ഞാനും അവിടുന്ന് കാണിച്ചു തരുന്ന വഴികളിലൂടെ നടക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാരൻസ് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ്, വികാരിയച്ഛന്മാർ ഒക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് തരും. അപ്പോൾ അവർ പറയുന്നതൊക്കെ അനുസരിച്ച് നമ്മൾ അവർ പറയുന്ന ആ വഴിയിലൂടെ നമ്മൾ മുന്നേറണം. അങ്ങനെ ഒരു തീരുമാനം നമുക്കിന്ന് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കണ്ടേ? 4 ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ എന്തായിരുന്നു? സമാഗമ കൂടാരം. അതായത് ദൈവവും മോശയും സംസാരിച്ചിരുന്ന കൂടാരത്തിന് നമ്മൾ പറഞ്ഞിരുന്ന പേരാണ് സമാഗമ കൂടാരം. അതിനുശേഷം നമ്മൾ കണ്ടു കർത്താവ് ജനത്തോടു കൂടെ. പഴയ നിയമത്തിൽ ദൈവം അവരുടെ കൂടെ യാത്ര ചെയ്തിരുന്നു. പകല് മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ദൈവം ഇസ്രായേൽക്കാരുടെ കൂടെ യാത്ര ചെയ്തിരുന്നു. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ യാത്ര ചെയ്ത ദൈവം നമ്മുടെ ജീവിതമാകുന്ന യാത്രയിലും നമ്മോട് ഒപ്പമുണ്ട്. നമ്മുടെ ടീച്ചറിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവം നിങ്ങൾ എഴുതി. അവസാനമായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? അവസാനം നമ്മൾ പഠിച്ചു തീർത്ഥാടകയായ സഭ. അതായത് നമ്മുടെ ഓരോരുത്തരും വിശ്വാസികളായി നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം സ്വർഗരാജ്യമാണ്.
ആ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനായിട്ട് നമ്മൾ ദൈവം കാണിച്ചു തരുന്ന ആ വഴിയിലൂടെ മുന്നേറിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇന്ന് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കൈകൾ കൂപ്പി കണ്ണുകളടച്ചേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ ദൈവമേ, സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് മുന്നോട്ട് നയിക്കണമേ. പാപത്തിൻ്റെ കെണികളിൽ പെടാതെ സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രക്ഷയുടെ